അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്വീറ്റ്സും കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫ് എല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു കേക്ക് ഡെലിവറി ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വേഗം ഇനി വീട്ടിലേക്ക് പോകാനുണ്ട്, കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇവരുടെ കൂടെ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ കഴിച്ച് ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ട്രെൻഡ്സിലാണ് കേട്ടോ. ട്രെൻഡ്സിൽ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ഒക്കെ അല്ലേ, എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 1-2 ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതിൽ ഏത് ടോപ്പാണ് എടുത്തതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഞാൻ മുൻപേ അതിട്ടിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് കുർത്തീസിലുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ കുർത്തീസിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ടൈപ്പിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 1000 ആ റേഞ്ചിലുള്ളതാണ് കേട്ടോ ഈ ഒരു കുർത്തീസൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഫുള്ള് ഞാൻ ഓരോരോ പീസ് എടുത്ത് ബാഗിലിടുന്നു, എല്ലാം ട്രയൽ ചെയ്ത് നോക്കുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വേഗം തന്നെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് എനിക്കൊരു ബാഗ് വാങ്ങാനുണ്ട്. അപ്പൂൻ്റെ വകയുള്ള ന്യൂ ഇയർ ഗിഫ്റ്റാണ് കേട്ടോ ബാഗ്. അങ്ങനെ വേഗം തന്നെ ബാഗും വാങ്ങി ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട്, കാരണം ന്യൂ ഇയറിന് ഞാൻ കുറച്ച് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ചീസും അതുപോലെ ഫ്രഷ് ക്രീമും അങ്ങനെയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് വന്നപ്പോഴേക്ക് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 6:30-6:45 ആവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം വീട്ടിലെത്തിയ ഞാനിതുവരെ പാസ്ത വാങ്ങിയിട്ടില്ല കേട്ടോ, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതി ഇത്തവണ പാസ്ത ട്രൈ ചെയ്യാന്ന്. അപ്പോൾ പാസ്തയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫ്രൈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ മെനു വന്നിട്ട്. അപ്പോൾ അപ്പൂന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ ഇന്ന് സെലിബ്രേഷൻ വന്നിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇതൊക്കെ നടക്കുകയുള്ളൂ, നൈറ്റ് പുറത്ത് പോലൊന്നും നടക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് എന്നെ സന്തോഷിപ്പിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെയൊക്കെയാണ്. അമ്മ ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. സ്പെഷ്യൽ എന്നൊന്നുമല്ല, എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെയൊക്കെ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാസ്തയുടെ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ കരുതിയിട്ടോ. അതിന് മുന്നേ വെളിച്ചെണ്ണയ്ക്ക് കറിവേപ്പില ഇട്ടതാണ് ഈ കാണുന്നത്. നനവുള്ളത് കാരണം പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല. ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കഴിക്കായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലേ, ചിലപ്പോൾ അന്ന് വേണ്ടി വരില്ല, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാകും അന്ന് കിട്ടിയിരുന്നു, ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ലപോലെ കഴിക്കുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഒരുവിധം ഇങ്ങനെ അവിടെ കിടന്നാവുന്നുണ്ട്. അപ്പോഴേക്കും ഞാനും പാസ്തയ്ക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക കേട്ടോ. കാരണം അപ്പം വെച്ച് പിന്നെ ഓടണ്ടല്ലോ, എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായി പിന്നെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ചടങ്ങ് മാത്രമേ കുക്കിംഗ് ചാനൽ കണ്ട അവസ്ഥയായി പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത്തവണത്തേക്ക് ക്ഷമിക്കുക, കാരണം എൻ്റെ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കുമ്പോൾ നല്ല പൊരിച്ച കൊയിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റെസിപ്പീസൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ. കാരണം 100 ഗ്രാംസിൻ്റെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അത് 400 ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് കൂട്ടണ്ടേ കുറയ്ക്കണ്ടേ എന്നുള്ളതൊരു കണക്ക് കൂട്ടൽ നിൽക്കുക. പിന്നെ പാസ്ത ഞാനിതാ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മേലേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ഞാൻ വേഗം ഇതിലേക്കുള്ള സോസും കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ. എല്ലാവരും വിശന്നിരിക്കുകയാണ്, കാരണം ഇന്ന് രാത്രിയിലേക്ക് ചോറുണ്ടായിരുന്നില്ല ഗൈസ്, ഇതുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ടെൻഷനിലായിരുന്നു. ഇതെങ്ങാനും വായിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ന്യൂ ഇയറിന് ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും, ആ അവസ്ഥയിലായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അച്ഛന് ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇത് കഴിക്കുക എന്നുള്ളൊരു വെയിറ്റിങ്ങിലാണ് കേട്ടോ. പപ്പുക്ക് കാത്തു നിൽക്കുകയാണ് എൻ്റെ കൂടെ ഇത് കഴിച്ചിട്ട് വേണം അവന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സോസൊക്കെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഗാർലിക് ആഡ് ചെയ്യുമ്പോൾ ഒടുക്കത്തെ സ്മെല്ലാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ പാസ്ത ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അൽഫ്രെഡോ പാസ്ത എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പക്ഷെ അത്യാവശ്യം ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനും പിന്നെ അപ്പം കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ സെറ്റാക്കി വരുന്നുണ്ട്. ഇനി ക്രീമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സെറ്റായി കേട്ടോ. പിന്നെ അത് മിക്സിങ് ചെയ്താൽ മതി. അവിടെയാണ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കാണാനൊക്കെ നല്ല സ്മെല്ലും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഈ പാസ്ത എല്ലാം കൂടെ അതിലേക്ക് ഇട്ടപ്പോൾ
പാത്രത്തിൻ്റെ വലിപ്പം മതി, അതിലൊക്കെ കൂടെ പുറത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അടുത്ത പാത്രം വെച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ടോ. കാരണം നമുക്കിതൊരു സ്പൂണ് വെക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ക്രീമൊക്കെ അടി പിടിച്ച് പോകുന്നു തോന്നിയപ്പോൾ വേഗം പാത്രം മാറ്റി. ഭാഗ്യത്തിന് സെറ്റായി. പക്ഷെ നമ്മൾ ക്രീം അങ്ങോട്ട് ഈ ഒരു പാസ്തയ്ക്ക് തികഞ്ഞില്ല കേട്ടോ. പിന്നെ പോയി വാങ്ങാനുള്ള ടൈമും ഉണ്ടായില്ല. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പാസ്ത കാര്യങ്ങൾ സെറ്റായി. നെക്സ്റ്റ് പിന്നെ ചൂടോടെ കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇതുപോലൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും മയോണൈസും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അടിയൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ കുക്കിംഗ് ടൈമൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു, എന്നാലും ഒപ്പിച്ച് അടിപൊളിയായിട്ട് സെറ്റായി. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ്. മുകളിൽ പോയപ്പോൾ അതാ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയ കാര്യങ്ങളും എല്ലാം അവിടെയാണ്, എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയതാ എൻ്റെ ബെഡ് സെറ്റാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പുറത്തുള്ള ബോട്ടിൽ കണ്ടില്ലേ, അതാണ് അപ്പൂനുള്ള എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ്. അതിൽ ഞാൻ വിഷൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൻ വരുമ്പോൾ കാണാനായിട്ട്. പിന്നെ ഇതാ എൻ്റേതായിട്ടുള്ള ടൈമായിരുന്നു. ഞാനൊരു ഫിലിമും കാര്യങ്ങളൊക്കെ ഇട്ട് എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു നൈറ്റ് എന്താ പറയുക, ഒരു ക്യാൻഡിൽ ഇല്ല എന്നുള്ളൂ, പക്ഷെ ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞാനിതാ കഴിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതാ കറക്റ്റ് 12 മണി ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ വിഷ് പറയാൻ വേണ്ടിയിട്ട്. അവൻ അപ്പോഴേക്കും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വന്നു. അങ്ങനെ ഞാനിതാ നന്നായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാമെന്നാണ് കരുതി. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. എന്താ അറിഞ്ഞൂടാ, ഞാൻ ആകെ ഫ്രഞ്ച് ഫ്രൈസ് 2 പീസ് ചിക്കനേ കഴിച്ചിട്ടുള്ളൂ. ആകെ 2 സ്പൂൺ പാസ്തയും എനിക്ക് കഴിക്കാൻ പറ്റണേ ഇല്ലായിരുന്നു. അത്ര ലേറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയൊക്കെ മോർണിംഗ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫിലിമൊക്കെ കണ്ടു, പിന്നെ ഫുഡും കഴിച്ച് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഡിസംബർ 31 നൈറ്റിലെ നമ്മളെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത്തവണ ഇങ്ങനെയൊക്കെ പോയി, അടുത്ത തവണ മാറ്റി പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലൊക്കെ പോയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ വഴിയേ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.